വിജയേട്ടാ, വിജയേട്ടാ. എവിടെ? ഇപ്പൊ മുടി ചെയ്യിക്കൊണ്ട് നിന്നിരുന്നതാ. അച്ഛൻ വരുന്ന കണ്ടു കാണും. നിന്നോട് വിടരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നെ കണ്ടെങ്കിൽ അവനിപ്പോ ഈ ഡിസ്ട്രിക്ട് വിട്ട് കാണും. അച്ഛൻ പിൻവശത്തൂടെ വന്നാ മതിയായിരുന്നു. എനിക്ക് ഈ പ്രായത്തിൽ തിണ്ടേ കൂടെ പറ്റി പിടിച്ച് കയറാൻ പറ്റുമോ? ഞാൻ തെങ്ങിന് വെള്ളം നനച്ചോണ്ടിരുന്നാ അവിടുന്ന് ഓടിക്കതിച്ച് വന്നത് വെറുതെ ആയല്ലോ. വെള്ളം ഞാൻ വന്ന് നനച്ചേരാച്ചാ. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനി വരുമ്പോ അവനെ തെങ്ങ പിടിച്ച് കെട്ടിയിട്, അതേ രക്ഷയുള്ളൂ. അച്ഛൻ പോവാണോ? പോകാതെ പിന്നെ എന്ത് ചെയ്യാൻ? അല്ല, ചായ. ചായ നീ കുടി, കുറെ ഓടിയതല്ലേ. മുടി ചെയ്യുമ്പോ ഏത്തപ്പഴം വരുമല്ലേ? എന്റെ ഭാര്യക്ക് ഇത്രയും സിംബോളിക്കായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓടിയെന്ന് കരുതില്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇതുവഴി വന്നപ്പോ ഞാൻ അതുവഴി പോയി, അച്ഛൻ അതുവഴി പോയപ്പോ ഞാൻ ഇതുവഴി വന്നു. ചെറിയൊരു കണ്ണുപത്തിക്കളി. സ്വന്തം ഭർത്താവിന് ഒറ്റ കൊടുക്കുക അല്ലേ? ഒറ്റ കൊടുത്തൊന്നുമല്ല, വിജയേട്ടനെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞു. അതിന് ഇതാണോ വഴി? പാടില്ല കുട്ടി. തലയിൽ എണ്ണ തേക്കാൻ ശ്രമിക്കുന്നു, മുട്ട പുഴുങ്ങുമെന്ന് പറയുന്നു, കോഴിയുടെ പുറകെ ഓടുന്നു. ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അഭിനയത്തിനുള്ള ഉർവശി അവാർഡ് ഈ വീടിന്റെ അലമാരയിൽ കിടന്നേനെ. ഫീൽ ചെയ്തോ? വേണ്ട വേണ്ട, ഞാൻ അഭിനയിക്കാം. വിജയേട്ടൻ അങ്ങനെ തന്നെ പറയണം. നമ്മുടെ 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്ന് വിജയേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അത് ഉർവശി അവാർഡുമായിട്ട് എന്ത് ബന്ധം? ഞാനും വിജയേട്ടനുമായിട്ട് ബന്ധമുണ്ടോ? ആ ബന്ധത്തിൽ നിന്നാണല്ലോ നമുക്ക് 2 പെൺമക്കൾ ഉണ്ടായത്. നാക്കിന്റെ ലൈസൻസ് പുതുക്കാറായിട്ടോ? എന്തായാലും ഈ തീക്കളിനി വേണ്ട കേട്ടോ. 2 മക്കളുള്ള ഒരുത്തനാണ് ഞാനെന്ന് അച്ഛൻ കണക്കാക്കില്ല. മർമ്മം നോക്കാതെ തല്ലിക്കളയും, അതുകൊണ്ടാ പറയുന്നത്. തല്ലിന്റെ കുറവന്നെ വിജയേട്ടനുള്ളത്. അല്ലെങ്കിൽ മാഷിപണിയും കളഞ്ഞിങ്ങനെ നടക്കുവോ? എന്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു. എന്നിട്ട് എന്ത് കുഴപ്പം പറ്റി? ആ ജോലി ഉണ്ടല്ലേ അച്ഛൻ നിങ്ങളെയൊക്കെ ഒരു നിലയിലെത്തിച്ചത്. എന്ത് നിലയിലെത്തിച്ചു? തല്ലി തല്ലി പഠിപ്പിച്ച് എന്നെ ഒരു എക്കണോമിക്സ് ബിരുദധാരിയാക്കി. ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളുണ്ടെന്ന്. ഒരു പണിയും ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ബിരുദധാരി. അവസാനം TTC കഴിഞ്ഞ് പ്രൈമറി സ്കൂൾ മാഷായി. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മലയാളവും സാമൂഹ്യ പാഠം. പഠിച്ചതെന്തോ, പഠിപ്പിക്കുന്നത് വേറെന്തോ. എനിക്ക് ശരിയാവില്ല. അതെ, വിജയേട്ടനൊന്നും ശരിയാവില്ല. മടിയനാ, ആന മടിയൻ. അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും പണിയെടുക്കാൻ വയ്യ. എന്നിട്ട് ഞാനിതാ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, കാശു വാരാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് നടക്കും. അത് പറയരുത്. ഇപ്പൊ നീ എനിക്കൊരു 5 ലക്ഷം രൂപ 6 മാസത്തിനകം ഞാനത് 10 ലക്ഷമാക്കി കാണിച്ചു തരാം. നോട്ടിരട്ടിപ്പായിരിക്കും. അതോ മാജിക്കോ? ഒന്നുമല്ല, ബിസിനസ്. ഇതുവരെ ചെയ്ത ബിസിനസ്സിൽ ഉണ്ടാക്കിയ ലാഭമൊക്കെ എവിടെ? അല്ല, അതിപ്പോ ശരിയായിട്ടുള്ളൊരു. ശരിയോ തെറ്റോ? വിജയേട്ടന്റെ അച്ഛൻ പറമ്പ് വിറ്റ് തന്ന 50,000ന്റെ ബിസിനസ്സിലെ ലാഭം എവിടെ? എന്റെ മാലയും വളയും വിറ്റ് നടത്തിയ ബിസിനസ്സിലെ ലാഭം എവിടെ? ലാഭം പോട്ടെ, മുതലെവിടെ? അപ്പൊ ഇതൊക്കെ ശ്യാമയുടെ മനസ്സിലുണ്ടല്ലേ? അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പാടില്ലായിരുന്നു. ശ്യാമയുടെ മാലയും വളയും ഞാൻ വിൽക്കാൻ പാടില്ലായിരുന്നു. എന്റെ മാലയും വളയും വിറ്റതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. വേണ്ട ശ്യാമേ, എനിക്കെല്ലാം മനസ്സിലായി. എന്താ വിജയേട്ടാ ഇത്? ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? സാരമില്ല, എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടായാലും ശ്യാമയുടെ മാലയും വളയും ഞാൻ വാങ്ങിച്ചു തരും. എന്താ ഈ പറയുന്നേ? എന്റെ വളയും മാലയെന്ന് പറഞ്ഞാ അത് വിജയേട്ടന്റെ കൂടെ അല്ലേ? അങ്ങനെയാണ് ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല ശ്യാമ, ആണ് ആണ് ആണ്. സോറി. വിജയേട്ടൻ വെറും ഒരു തൊട്ടാവാടിയാ. ഒരു വശത്ത് കേതു, ഇപ്പുറത്ത് ശനിയും ചൊവ്വയും. വിജേഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സമയം മോശ. അതെ, അതാ പ്രശ്നം. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം.
നാളെ വിജയേട്ടൻ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. എന്താ? എന്റെ ശ്യാമേ, അത് മാത്രം പറയല്ലേ. ഇക്കാലത്ത് ഒരു മേൽഗതി ഉണ്ടാവണമെങ്കിൽ ബിസിനസ്സേ രക്ഷയുള്ളൂ. വിജയേട്ടന്റെ ശുദ്ധ മനസ്സിന് ബിസിനസ് പറ്റൂല വിജയേട്ടാ. മനസ്സുകൊണ്ടാണോ ബിസിനസ് ചെയ്യുന്നത്? ബുദ്ധിയും പണവും ഉപയോഗിച്ചല്ലേ. ഞാൻ എന്തുമാത്രം എക്കണോമിക്സ് പഠിച്ചതാ. അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കണ്ടേ? എക്കണോമിക്സ് is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. ഞാനിതൊന്നും നിന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കേന്ദ്രമന്ത്രി മൻമോഹൻ സിംഗ് ആരായിരുന്നു? എക്കണോമിക്സ് പ്രൊഫസർ. ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം സാമ്പത്തിക കാര്യങ്ങൾ അങ്ങേര് കൈകാര്യം ചെയ്തെങ്കിൽ ഈ ഒരു ചെറിയ ടൗണിൽ ഒരു ചെറിയ ബിസിനസ് നടത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ലേ? പറയൂ. വിജയേട്ടന് കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് മതി. പക്ഷേ നമുക്ക് 2 പെമ്മക്കളാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ലേ? എന്നല്ല, നമ്മളൊരു ചിട്ടി ചേർന്നിട്ടില്ല, ഒരു LIC ഇല്ല. ചിട്ടിയൊക്കെ തട്ടിപ്പാ, പിന്നെ LIC അത് ലാസ്റ്റ് കയ്യാ. എല്ലാ വഴി അടയുമ്പോ വലിയൊരു തുകയ്ക്ക് ഞാൻ LIC ചേരും. എന്നിട്ട് KSRTC ബസ്സോട് നേരം റോട്ടിൽ ചെന്ന് നിൽക്കും. ബാക്കി അവര് നോക്കിക്കോളും. നിനക്കും മക്കൾക്കും നല്ലൊരു തുകയും കിട്ടും. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. ആറാൻ പറ്റുന്ന വർത്തമാനേ പറയൂ. എങ്കിൽ സ്കൂളിന്റെ കാര്യം നീ മിണ്ടാതിരിക്കും. ശ്യാമേ, ബിസിനസ്സിൽ പണം കുറച്ച് പോയി. കാരണം എന്താ? ഞാൻ പലരെയും വിശ്വസിച്ചു. ആ പലരും എന്നെ ചതിച്ചു. പക്ഷെ ശ്യാമക്കറിയാം, നഷ്ടപ്പെട്ടത് ഒരു 2 ലക്ഷമാണെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ ഏകദേശം ഒരു 25 ലക്ഷത്തിന്റെ. അതെന്ത് പാഠം? ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രം. ഏതൊക്കെ മനുഷ്യർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറും എന്ന മനഃശാസ്ത്ര പാഠം. ഈ പാഠം ഏതാണ്ട് മുഴുവനായിട്ട് പഠിച്ചോ? പഠിച്ചു. ഈ പാഠം അടുപ്പത്തിട്ട് വേവിച്ച് പിള്ളേർക്ക് കൊടുത്താ അവരുടെ വിശപ്പ് മാറുമോ? യു ആർ ടു മെറ്റീരിയലിസ്റ്റിക്. അതുകൊണ്ടാണല്ലോ നീ നിന്റെ മാലയും വളയും പ്രധാനമായിട്ട് കണ്ടത്. വിജയേട്ടൻ അതിനി പറയരുത്. ഇല്ല ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. ഉവ്വ്, വേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറേ ഉണ്ട്. ദാ, എന്താ ഇത്? കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ ബില്ല്. ഇതാണ് കുഴപ്പം. എവിടെ നോക്കിയാലും ബില്ലുകളാ. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, വാട്ടർ ബില്ല്, മിൽക്ക് ബില്ല്, ഹോട്ടൽ ബില്ല്, ഹോസ്പിറ്റൽ ബില്ല്, അലക്ക് ബില്ല്, തേപ്പ് ബില്ല്. മനുഷ്യൻ എന്നാണാവോ ഈ ബില്ലുകളിൽ നിന്നൊരു മോചനം? മരിക്കുമ്പോ. കറക്റ്റ്. ജീവിക്കണമെങ്കിൽ ബില്ലുകളെല്ലാം പേ ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം പറയട്ടെ, വിജയേട്ടൻ ഒരു പാവ. വിജയേട്ടനെ വഷളാക്കുന്നത് സത്യത്തിൽ വിജയേട്ടന്റെ സുഹൃത്തുക്കളാ. ആണോ? സംശയം എന്ത്? അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയാൽ തന്നെ കുറെ രക്ഷപ്പെടും. ഒഴിവാക്കാം. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. അവരെ കണ്ടാൽ ഞാൻ എല്ലാം അങ്ങോട്ട് മറക്കും. ഇനി ഒരു ഒറ്റ എണ്ണത്തിന് ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. എത്തിക്കഴിഞ്ഞു. ഇല്ല, ഇവന്മാരെ ഞാൻ ഇന്ന് വന്ന ഉടനെ തന്നെ കെട്ടോളം കെട്ടിപ്പിടിച്ച് അകത്തിരിക്കല്ലേ. ഞങ്ങൾ കുറച്ച് ഇന്ത്യൻ പൗരന്മാർ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ മറന്നോ? സൈക്കിൾ എടുത്ത് മുറ്റത്തേക്കിടാ, മടങ്ങുമ്പോ ചിലപ്പോൾ ഇരിക്കാലോ. നീ ഇവിടുന്ന് പോയ പിന്നെ മര്യാദയ്ക്കുള്ള ഒരു ഷീട്ടുകളിയും വെള്ളടിയും നടന്നിട്ടില്ല. പൈസ വെച്ചിട്ടാണെങ്കിലും പൈസക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കളിക്കണേ. ഒരു കളി സുഖം, അതാണ് പ്രധാനം. ചിരിയും കളിയും തമാശയും വർത്താനും. ഈ 6-7 ദിവസമായിട്ട് ഒരൊറ്റ റൗണ്ട് ഷീറ്റ് വെച്ചില്ല, അറിയോ? ജോണിക്കുട്ടിയും ജോസ്പേട്ടനും ഒപ്പം എത്തും. നീ വന്ന വിവരം അറിഞ്ഞ ഉടനെ ഞാൻ 2 പേരും മാഞ്ഞൂരേക്ക് വിട്ടിരിക്കുക. നല്ല ഉഗ്രം കശ്മാവും തന്നെ സംഘടിപ്പിക്കാൻ. ഈ പഹന്മാര് 100 ആണ്ട് ചാവില്ല. എന്താടാ വിജയ, നിനക്ക് വരുന്ന വഴിക്ക് ആ ഇഷ്ടിയക്കളം വഴി ഒന്ന് വന്നൂടായിരുന്നു? അവിടെ ആ പണിക്കാരോട് മല്ലിട്ട് ആകെ ബോറടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ വരാൻ തുടങ്ങായിരുന്നു. അതൊക്കെ പോട്ടെ, കുപ്പി എത്ര കിട്ടി? 3 കുപ്പി കിട്ടി, പോരായോ? ഈ ജോസഫേട്ടനുണ്ടല്ലോ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പേടിച്ച് തൂറിയില്ലാന്നേ ഉള്ളൂ. എന്തു പറ്റി? വഴിയിൽ എക്സൈസുകാരുടെ ഒരു ജീപ്പ്. എന്നിട്ട് മാഞ്ഞൂര് കശുമാവ് വാറ്റിന് പ്രസിദ്ധമല്ലേ? ഞങ്ങൾ മെയിൻ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന വഴിക്ക് ഒരു കോൺസ്റ്റബിൾ കൈ കാണിച്ചു. ചതിച്ചടാ ജോണിക്കുട്ടി, എന്റെ ജോലി വെള്ളത്തിലായടാന്നും പറഞ്ഞ് എന്തൊരു കരച്ചിലായിരുന്നു ഈ ആന വയറൻ. അനങ്ങാതിരിയോടോ മാപ്പിളയെന്നും പറഞ്ഞ് ഞാൻ കത്തിച്ചൊരു വിടൽ വിട്ട്. എന്നിട്ട് ഞാൻ സഞ്ജീന്ന് പിടിവിട്ടില്ല. സഞ്ജു വിട്ടിരുന്നതിന് തന്റെ കുടലെടുത്ത് ഞാൻ അവിടെ മാറ്റുമായിരുന്നു. ജോസഫ് ഏട്ടൻ ഇന്ന് വീട്ടിലേക്കില്ലേ? വീട്ടിലോട്ട് തിരിച്ചതാടോ. ഞാൻ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ പ്ലാറ്റ്ഫോമിൽ ഉസ്മാൻ എന്നെ കണ്ടത്. ഞാൻ 2 വട്ടം മീൻ കയറ്റാണ്ടായിരുന്നു മെയിലിന്. വിജയം വന്നിട്ടുണ്ടെന്ന് ഉസ്മാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വണ്ടിയിൽ ചാടി. എവിടോ താറാമുട്ട? 20 താറാവ് മുട്ടയുമായി സുഗു എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ ഇങ്ങെത്തും. എന്താടാ ഒരു ഉത്സാഹമില്ലാത്ത പോലെ? അത് ശ്യാമളക്ക് ഒരു ചെറിയ ഇഷ്ടക്കേട്. ആരോട്? നിന്നോടോ? അല്ല, നമ്മുടെ ഈ കമ്പനി കൂടലേ. നമ്മളെ ശ്യാമളക്കോ? ഇവിടുത്തെ ശ്യാമളക്കോ? പോടാ, ഞാൻ വിശ്വസിക്കൂല. സത്യമായിട്ട് ഉസ്മാനിക്ക, നിങ്ങളൊക്കെ കാരണമാണത്രേ ഞാൻ ഇങ്ങനെ വഷളായി പോയത്.
എന്റെ കർത്താവേ, ആ കുട്ടി അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അല്ല, ചോദിക്കണം. ചോദിക്കണ്ട. ഇത് ചോദിക്കാതെ വിടുന്ന പ്രശ്നമില്ല. അല്ലല്ലോ, ഓൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ തന്നെ വേണം. ശ്യാമളെ വിടണ കൈ, ഇത് നമ്മളും കൂടി വിടാ. ശ്യാമളെ, ശ്യാമളെ, വരൂ വരൂ. എവിടെയായിരുന്നു ഇത്രയും നാളും? ഗ്ലാസ് 4 പോരെ? ഒഴിക്കാൻ വെള്ളം വേണോ അതോ സോഡ വാങ്ങിപ്പിക്കണോ? അല്ല ശ്യാമളെ, ഞങ്ങളാണോ വിജയനെ? വേണ്ട വേണ്ട, വിജയൻ നമ്മളെ പറ്റിച്ചതാ. ഞാൻ പറഞ്ഞില്ലയോ, ശ്യാമൾ അങ്ങനെ പറയത്തില്ല. എന്താ? ഒന്നുമില്ല. ആ, നീ ആ ചായപ്പ് പോയി 2 പായും കുറച്ച് പേപ്പർ എടുത്ത കിണറിന്റെ അവിടെ കൊണ്ടേ നല്ല കാറ്റും പൊളിച്ചും കിട്ടൂലേ? ചെല്ലേ, എന്തായാലും നിങ്ങളോട് വേറെ പറഞ്ഞോ, പോയി സെറ്റപ്പ് ആക്കിയേ. പോയില്ലേ സച്ചാറ് എടുത്താട്ടെ. ചതിയൻ. സോറി. ഞാൻ കണാരേട്ടന്റെ തുന്നക്കടയിൽ നിൽക്കായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ജോണിച്ചേട്ടനാ പറഞ്ഞത് 20 താറാമുട്ട മേടിച്ചോണ്ട് വരാൻ. ചേച്ചി എന്നെ ആ പായ കുറച്ചുകൂടെ അങ്ങ് നീക്കിയിട് ജോസഫേട്ട. ആ, ചീട്ടാരയില്ല എന്റെ ഉണ്ട്. എന്നാലും എടുക്കണോ? ഉള്ളിയും പച്ചമുളകും ഇത്തിരി തേങ്ങയിട്ട് ചിക്കി എടുത്താൽ മതി ആവുകയായിരിക്കും അല്ലേ? ഏതാ, ഗുണ്ടോ ഇന്റർനാഷണലോ? ഗുണ്ടു ഔട്ട് ഒന്നും വേണ്ട, നമുക്ക് 28 കളിക്കാം. നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ഗ്ലാസ് അങ്ങ് അടിച്ചാലോ? ഏയ്, കളിന്റെ ഇടയ്ക്ക് അടിച്ചടിച്ച് മുന്നോട്ട് നീങ്ങാം. എനിക്ക് ക്ഷമ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് അടിക്കാൻ പോവാ. നീ കുപ്പിയോടെ ഓടാ വിടുന്നു. കുപ്പി കൊണ്ട് നിന്നെ കാണാൻ വേണ്ടിട്ടാ. കുപ്പി വിടടാ, കുപ്പി പൊട്ടിക്കണം.